സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദിയുടെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ആസാദി കൂട്ടായ്മ ജീവിതത്തിൽ വലിയ ചലഞ്ചസിനെ നേരിടുന്ന ദൈവമക്കളെ പരിചയപ്പെടുത്തുവാനുള്ള ഒരു വേദിയാണ്. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ആസാദിയുടെ കൂട്ടായ്മ എന്ന ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നത്. അത്യാവശ്യം ഉള്ളപ്പോൾ മാത്രം. ഇന്ന് നമ്മൾ കൂട്ടായ്മയിൽ ചില മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ കർത്താൻ്റെദാസൻ പാസ്റ്റർ ജിൻസൺ തോമസ് വാര്യാപുരം, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് കാരണം ഈ ജൂലൈ മാസം 30-ാം തീയതി, അതായത് നാളെ, പ്രിയ ജിൻസൺ പാസ്റ്റർ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയാണ്. ആഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടുവന്നു. അന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതായിട്ട് ഒക്കെ പ്രിയപ്പെട്ട ദേവദാസനും പറഞ്ഞിരുന്നു. എന്താണെങ്കിലും 4 മാസങ്ങൾ അതിൻ്റെ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആക്കി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി അദ്ദേഹത്തെ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഈ വാർത്ത ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ആസാദിയുടെ പ്രേക്ഷകരെ ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തണം. പ്രിയപ്പെട്ട ജിൻസൺ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ആത്മീകമായി നാം സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭൗതികമായിട്ടും സപ്പോർട്ട് ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് കൂട്ടായ്മയുടെ ഈ ഒരു സെഷൻ ഞാൻ കൊണ്ടുവരുവാനുള്ള കാരണം. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ട്രാൻസ്പ്ലാന്റിനുള്ള ചിലവുകളെക്കുറിച്ച് അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ ഒരു താല്പര്യമൊന്നും കാണിച്ചില്ല. കാരണം ദൈവത്തിൽ മാത്രം ആശ്രയിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാൻ താല്പര്യപ്പെട്ടില്ല. എങ്കിലും ഒരു ദൈവദാസൻ എന്ന നിലയിൽ ജിൻസൺ പാസ്റ്ററെ വളരെ അടുത്ത് അറിയാവുന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റിന് വലിയ ആവശ്യങ്ങളുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അന്നും ഞാൻ ആസാദിയുടെ പ്രേക്ഷകരോട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റിൻ്റെ സമയമാകുന്നു. പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. സാധാരണ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം കൂടെ ഈ വീഡിയോടൊപ്പം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ജിൻസൺ പാസ്റ്ററുടെ GPay നമ്പർ നമ്മുടെ കമൻറ്റിൻ്റെ കൂട്ടത്തിൽ പിൻ ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അത് അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ പോലും, ആവശ്യപ്പെട്ടില്ല എങ്കിൽ പോലും നമ്മൾ അത് അറിഞ്ഞ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജിൻസൺ പാസ്റ്ററുടെ പെർമിഷനോ അദ്ദേഹത്തോട് ചോദിക്കാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദൈവമക്കൾ എന്ന നിലയിൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നുള്ള ചിന്ത കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഞാൻ ജിൻസൺ പാസ്റ്ററുടെ അന്ന് പറഞ്ഞ സാക്ഷ്യത്തിലെ കുറേ പ്രസക്ത ഭാഗങ്ങൾ ഈ വീഡിയോടൊപ്പം ഞാൻ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാക്ഷ്യവും കേൾക്കണമെന്നുള്ളവർ ഈ പറഞ്ഞതുപോലെ കമൻറ്റ് ബോക്സിൽ നിന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. അത് നിങ്ങൾ മുഴുവനായി കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ദൈവം സഹായിക്കട്ടെ. നാം കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് കൂട്ടായ്മയുടെ ഈ ഒരു സെഷനിൽ അങ്ങനെ ദൈവമക്കളുമായി പങ്കുവെക്കണമെന്ന ഹൃദയത്തിൽ ഒരു ബേഡൻ തോന്നി. താഴെയുള്ള GPay നമ്പർ നിങ്ങൾ അത് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പാസ്റ്റർ, ട്രാൻസ്പ്ലാന്റിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്നോടൊപ്പം പ്രിയപ്പെട്ട കർത്താൻ്റെദാസൻ ജിൻസൺ പാസ്റ്റർ ജിൻസൺ തോമസ്, ജിൻസൺ നെടുവേലിൽ, വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ദൈവദാസനെ ഈ ഒരു എൻ്റെ കഥയുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യണം. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. സന്തോഷത്തോടെ പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി കടന്നു വന്നതിൽ. ഞാൻ ആരംഭത്തിൽ പ്രേക്ഷകരോട് ഓർപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമാകുന്ന ജീവിതാനുഭവങ്ങളാണ്. നിങ്ങൾക്ക് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. എനിക്ക് വ്യക്തിപരമായിട്ട് പ്രിയ പാസ്റ്ററുമായിട്ട് വളരെ അടുത്ത ഒരു ആത്മിക ബന്ധമുണ്ട്. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു.
എനിക്കറിയാം, ഒരു വലിയ ചലഞ്ചിനെ നേരിടുന്നൊരു സമയമാണ് അല്ലേ കഴിഞ്ഞ 4 വർഷമായിട്ട്? 4 പാസ്റ്റർ, 6 വർഷം കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഒരിക്കൽ ബോംബെയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒന്ന് വന്നിരുന്നല്ലോ. 2017 കാലയളവിലാണ് വന്നിരുന്നത്. പക്ഷെ അന്ന് ഈ ഒരു അവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ പൂർണ്ണമായും ഒരു ഞാൻ പ്രഷർക്ക് വേണ്ടി പറയാം, പാസ്റ്റർ കണ്ടിന്യൂസ് ഡയാലിസിസ് നടക്കുന്ന ഒരു സ്റ്റേജിലാണിപ്പോൾ. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിലൊക്കെ ഭയങ്കര അനുഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു ഡയാലിസിസ് എപ്പോഴാണ് പാസ്റ്റർ തുടങ്ങിയത്? 2019 നവംബർ മാസമാണ് തുടങ്ങുന്നത്. ഓ, അത് ശരി. പാസ്റ്റർ പറഞ്ഞാൽ 7 വർഷമായി. 7 വർഷമായി. പാസ്റ്റേഴ്സിനെ പോലും ഞാൻ ഭവനത്തിൽ അങ്ങനെ അംഗീകരിക്കുകയില്ലായിരുന്നു. മുതിർന്ന ബാപ്റ്റിസത്തെയൊക്കെ ശക്തമായ രീതിയിൽ തന്നെ ഞാൻ എതിർക്കാറുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം സഭ ഈ പൊളിറ്റിക്സിനെ പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കയറിയ ഒരു കാലഘട്ടമാണ് സഭാ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും വിശ്വാസത്തിലേക്ക് വരുന്നതും. ആ സമയത്ത് ഒരു നവംബർ മാസം 2008 നവംബർ മാസം HT ചർച്ചില് എനിക്ക് സാക്ഷ്യം പറയുവാനും, ആ ഡിസംബർ മാസത്തില് ഫിലിപ്പ് പാസ്റ്റർ എനിക്ക് റൂമിൽ വന്ന് ക്ലാസ് ഒക്കെ എടുക്കുകയും സ്നാനത്തിന്റെ ആവശ്യകത, സ്നാനം എന്തിന്, രക്ഷാ പദ്ധതികൾ തുടങ്ങിയ കുറച്ചൊക്കെ ക്ലാസ് ഒക്കെ എടുക്കുകയും, തുടർന്ന് പാസ്റ്റർ രജി ശൗമേല് കാഞ്ചൂർമാർക്കുള്ള IPCയുടെ സ്നാനക്കുളത്തിലാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ഡിസംബർ മാസത്തിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അന്ന് HT ചർച്ച എന്നേ ഉള്ളതാണ്. ഇന്നാണ് അത് HT IPC ആയതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് 1 മാസം കൂടെ ബോംബെയിൽ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. ആ കാലഘട്ടമൊക്കെ എൻ്റെ ജീവിതത്തിലെ വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. കാരണം എൻ്റെ ഒരേ ഒരു സിസ്റ്ററെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരത്തിയുടെ കാര്യം കൂടെ ഞാൻ ഇതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പുള്ളിക്കാരത്തി മസ്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. അവരും ബോംബെയിലായിരുന്നു. ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലാണ് പുള്ളിക്കാരത്തിയെ കല്യാണം കഴിച്ചത്. അതിനുശേഷം പുള്ളിക്കാരത്തിക്ക് ചിക്കൻ ഗുനിയ വന്ന് ഹൈഡോസ് മെഡിസിൻ ഒരു ഹോസ്പിറ്റലുകാർ എടുത്തതിന്റെ ഫലമായിട്ട് മസ്കറ്റിൽ വെച്ച് തന്നെ പുള്ളിക്കാരത്തിന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആവുകയും പുള്ളിക്കാരത്തെ തിരിച്ച് നാട്ടിലെത്തുകയും എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ ഡയാലിസിസും പല കണ്ടീഷനിലൂടെ കടന്നു പോവുകയും വെന്റിലേറ്ററിലും അങ്ങനെ പല അവസ്ഥകളിലൂടെ കടന്നുപോയി. ആ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും അധികം സപ്പോർട്ട് തന്ന് പ്രാർത്ഥിച്ച ദൈവദാസന്മാരാണ് ഫിലിപ്പ് പാസ്റ്റർ, രജീഷ് ശൗമേൽ പാസ്റ്റർ, സന്തോഷ് മറീസ് പാസ്റ്റർ, അങ്ങനെ അനേക ദൈവദാസന്മാർ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ആ സമയത്തൊക്കെ ഫിലിപ്പ് പാസ്റ്ററൊക്കെ വീട്ടിൽ വന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ വന്നും പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവദാസന്മാരെ പരിചയപ്പെടുന്നത്. അങ്ങനെ സിസ്റ്ററിനെ 2009 ട്രാൻസ്പ്ലാന്റ് എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുകയുണ്ടായി. വീണ്ടും അവരെ വിശ്വാസത്തിലേക്കൊക്കെ കടന്നു വരിക. അവര് ബോംബെയിലെ നെരൂൾ ചർച്ച് ഓഫ് ഗോഡിന്റെ മെമ്പേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലും പല പ്രതിസന്ധികൾ ആഞ്ഞടിച്ചിരുന്നു. ഈ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. സിസ്റ്ററിന്റെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് സിസ്റ്ററിന് ഒരു ബ്രെയിൻ ട്യൂമർ പോലൊരു സർജറി ഒക്കെ കടന്നു വരികയും അത് ബോംബെ അപ്പോളോയിൽ നടത്തുകയും അങ്ങനെ വെച്ച കിഡ്നി റിജക്റ്റ് ആയി. പുള്ളിക്കാരത്തി 2021 ദൈവസന്നിധിയെ ചേർക്കപ്പെടുവാൻ ഇടയായി. അന്നേരം വളരെ കഠിനമായ ശോധനകളുടെ നടുവിലൂടെ പോയിട്ടും ദൈവം ഞങ്ങളെ ഇത്രത്തോളം പിടിച്ചു നിൽപ്പാനുള്ള ഒരു ദൈവകൃപ ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം 2019 കാലയളവിലാണ് എൻ്റെ ഈ അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ബോംബെയിൽ നിന്ന് ഞാൻ 2008 സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ ബെഹ്റിനിലേക്കാണ് പോയത്. ബെഹ്റിനില് ഏകദേശം 2-3 വർഷക്കാലം അവിടെ വർക്ക് ചെയ്യുകയും തുടർന്ന് ബോംബെയിൽ നിന്ന് എൻ്റെ ഒരു വിവാഹം നടക്കുവാൻ ദൈവം ഇടയാക്കി. ചിലപ്പോൾ മിക്കവാറും ഉള്ള ദൈവദാസന്മാർക്കെല്ലാം എൻ്റെ ഫാദർ ലോയെ അറിയാം. പാസ്റ്റർ KM ജോയി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ബോംബെയിലെ നിരവധി ചർച്ചുകളൊക്കെ ഉണ്ട്. ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ബോംബെയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തനം തുടങ്ങി. മുംബ്ര ആസ്ഥാനമാക്കി ബെഥേൽ ഗോസ്പൽ മിഷൻ എന്ന ഒരു ചർച്ച് സ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ 2ാമത്തെ മകൾ ജീനയാണ് ഞാൻ വിവാഹം കഴിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ബെഹ്റിനിലെ കാലഘട്ടത്തിന് ശേഷം ഞാൻ വീണ്ടും ബോംബെയിലേക്ക് തിരിച്ചു വരികയും ഇന്റർനാഷണൽ അക്കൗണ്ട്സിൽ ഒരു PG എടുത്തതിന് ശേഷം മുത്തൂറ്റിന്റെ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 1.5 വർഷക്കാലം ബോംബെയിൽ വർക്ക് ചെയ്യുവാൻ ഇടയായി. അതിനുശേഷം ആ സമയത്ത് തന്നെ ഹിന്ദി ചർച്ചുകളിലൊക്കെയും ദൈവവചന ശുശ്രൂഷിപ്പാനൊക്കെയും ഇടയാക്കി. എനിക്ക് ബോംബെയിൽ ഞങ്ങൾക്ക് ചർച്ച ഉള്ളത് കൊണ്ട് ഓരോ ഞായറാഴ്ചകൾ തോറും
ഹിന്ദി സർവീസിലൊക്കെ പങ്കെടുക്കുകയും ദൈവവചന ശുശ്രൂഷിക്കാനൊക്കെ അവസരങ്ങളൊക്കെ ദൈവം ഒരുക്കി. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എനിക്ക് ദുബൈയിലേക്ക് ദൈവം ഒരു വഴി ഒരുക്കി. അങ്ങനെ ഞാൻ ദുബൈയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയി ജോയിൻ ചെയ്യുവാൻ ഇടയായി. അവിടെ അധികം നാൾ ജോയിൻ ചെയ്ത് അധികം നാൾ അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഒരു ദൈവദാസനോട് ഇങ്ങനെ തുടർച്ചയായിട്ട് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ജോലിയല്ല, ദൈവത്തിന്റെ വേലയാണ് ജിൻസൺ ബ്രദറിനെ കൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് എന്നോട് പലപ്പോഴും പറയുമായിരുന്നു. കാരണം ഞാൻ അന്നേരം ആ ദൈവദാസനോട് പറയുമ്പോൾ ഞാൻ ജോലി ചെയ്തിട്ട് ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്തു കൊള്ളാം. കാരണം സുവിശേഷ വേലയിലേക്ക് പൂർണ്ണമായി പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ആ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു. ജോലിയോടൊപ്പം തന്നെ ഏതെങ്കിലും ദൈവദാസന്മാരെ ഹെൽപ്പ് ചെയ്തു പോവുക എന്നൊരു മെന്റാലിറ്റിയാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ദുബൈ വെച്ച് ഒരു പ്രാവശ്യം ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ ഷാർജ എയർപോർട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദൈവദാസൻ ദൂരെ നിന്ന് എന്റെ ഉടുപ്പെ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ ഈ പട്ടണത്തിൽ കിടക്കേണ്ടതല്ല, ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി പോകണം എന്ന് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബന്ധുക്കൂസുകാരനാണോ ഒന്നും തോന്നത്തൊന്നുമില്ല. എങ്കിൽ അദ്ദേഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൂത് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ സെമിനാരിയിൽ പോയി പഠിക്കണം, നിങ്ങൾക്ക് സെമിനാരി കോസ്റ്റ് എത്ര രൂപ ആണെങ്കിലും ഞാൻ തരാം, നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല സെമിനാരി പോയി പഠിക്കണമെന്നൊക്കെ എന്നോട്. അതായത് ഈ ദേവദാസനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പരിചയമില്ല, ഒന്നുമില്ല, പരിചയമില്ല. അന്ന് ഞാൻ പരിചയപ്പെട്ട അദ്ദേഹം എനിക്കൊന്ന് ബിനിയാദ് ബെന്തിക്കോസ് ചർച്ച് അബുദാബിയുടെ പാസ്റ്റർ. അദ്ദേഹം ഏതോ ഒരു ട്രീറ്റ്മെന്റ് പർപ്പസിന് വേണ്ടി എറണാകുളത്തിന് യാത്ര ചെയ്യും. പക്ഷെ ഇടയ്ക്ക് നിർത്തി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അന്ന് അവിടെ വെച്ച് എന്തെങ്കിലും നമുക്ക് ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ബിപിയുടെ വേരിയേഷൻ ഉണ്ടായിരുന്നു, ബിപി ഉണ്ടായിരുന്നു, ബിപി ഹൈ ആയിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ പാസ്റ്റർ എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത്, ഈ ദേവദാസനെ നമ്മളെ കൈപിടിച്ച് യശയാവ് 54 ഒരു വാക്യം പറഞ്ഞല്ലേ, അല്പകാലത്തേക്ക് ഞാൻ നിന്നെ മറന്നുവെങ്കിലും മഹാതയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അതെ, ഞാനത് ഓർക്കുന്നുണ്ട്. എന്നിട്ട് ആ ദേവദാസൻ എന്നെ എറണാകുളം നെടുമ്പാശ്ശേരി വന്നു. എറണാകുളം നെടുമ്പാശ്ശേരി വന്നിട്ട് എന്നെ അവിടെ പ്രാർത്ഥിച്ചയച്ചിട്ട് അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. അദ്ദേഹം അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പരിമല വെച്ച് ബൈപ്പാസിനിടെ അദ്ദേഹം മരണപ്പെട്ടു. ഈ ലോകത്ത് ചർച്ച് ഓഫ് ഗോഡ് ബിനിയാദിന്റെ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ മരണ ശുശ്രൂഷയ്ക്കൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം മരിച്ചത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ബോംബെ തന്നെ തിരികെ കടന്നു പോവുകയും എന്റെ ബിപിയുടെ കാര്യങ്ങളൊക്കെ, എന്റെ ബിപിക്ക് മെഡിസിൻ ഒക്കെ എറണാകുളത്തു നിന്നൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ ബിപി എന്റെ ശരീരത്തിൽ ഹൈ ആയിരുന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും ബോംബെയിലേക്ക് പോവുകയും നമ്മുടെ ബോംബെയില് മഹനീതാന്റെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, പാസ്റ്റർ അറിയാവുന്ന ഉല്ലാസ് നഗറിലുള്ള, അതിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അവിടെ ചില ദിവസങ്ങൾ ഞാൻ അവിടെ ഹിന്ദി ബൈബിൾ കോളേജിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ വീണ്ടും നാട്ടിലേക്ക് മടങ്ങി വരികയും ഇപ്പോൾ ദുബൈയില് IPC ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ അലക്സ് എബ്രാം പാസ്റ്റർ എന്നെ പണ്ട് എന്നോട് അദ്ദേഹം ദൂത് പറഞ്ഞു. അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എന്നോട് പറഞ്ഞു, ജിൻസൺ ബ്രദറെ, നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പഠിച്ചു, നിങ്ങളുടെ കംപ്ലീറ്റ് ചെലവ് ഞാൻ തരാം. പക്ഷെ എന്നോട് ദുബൈയിൽ വെച്ചൊരു ദൈവദാസന്റെ ഒരു ദൂത് പറഞ്ഞു. ഞാൻ പറഞ്ഞ എയർപോർട്ടിൽ വെച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എന്നോട് ആ ദൈവദാസൻ പറഞ്ഞൊരു ദൂതാണ്, നിനക്ക് പഠിക്കുവാനുള്ളത് ഈ പട്ടണത്തിൽ നിന്ന് തന്നെ ദൈവം ഒരുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത്ര കാര്യമൊന്നും ആക്കാൻ പോയില്ല. അങ്ങനെ അലക്സ് എബ്രാം പാസ്റ്ററാണ് പിന്നീട് എന്നെ മുന്നോട്ട് കൂടുതൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ പ്രചോദനം തന്ന ഒരു വ്യക്തിയാണ്. ആ ചർച്ചാണ് എന്നെ പിന്നീടുള്ള എൻ്റെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. അങ്ങനെ ഞാൻ പൂനെ UBSC ചെന്ന് ആദ്യം നോക്കി. UBSC ചെന്നപ്പോൾ എനിക്ക് അവിടെ പഠിച്ചു കയറാൻ പറ്റത്തില്ലെന്നൊരു തോന്നലുണ്ടായപ്പോൾ ഞാൻ വീണ്ടും അലക്സ് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ മണക്കാല സെമിനാരി ഞാനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2014 മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ BDക്ക് ചേരുവാൻ ദൈവം ഇടയാക്കി. BD 4 വർഷം ആ സെമിനാരിയിൽ പഠിച്ച് സറാംബോർഡിന്റെ കോഴ്സ് പഠിച്ച് 4ാം വർഷം B ഗ്രേഡോടുകൂടി നല്ലൊരു റിസൾട്ടോടുകൂടി പുറത്തു വരുവാൻ ദൈവം ഇടയാക്കി. ഈ 4 വർഷം ദൈവം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പല ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ ദൈവം എന്നെ അയക്കുകയും ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം അവസരങ്ങളൊക്കെ നൽകുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ എൻ്റെ BD പഠനത്തിന് വേണ്ട എക്സ്പെൻസുകൾ കംപ്ലീറ്റ് വഹിച്ചത് കർത്താവിന്റെ ദാസൻ അലക്സ് എബ്രാം പാസ്റ്ററാണ് ദുബൈയിൽ ഉണ്ടായിരുന്ന. അദ്ദേഹത്തിന്റെ ആ ഒരു കൃപയാൽ BD എനിക്ക് പണ്ട് മുതലേ ഒരു ആഗ്രഹമായിരുന്നു, സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു BD പഠിക്കണമെന്ന്. അത് പഠിച്ച് പുറത്തു വരുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ 2018 ഞാൻ പുറത്തു വന്നു. 2018 വീണ്ടും ഞാൻ ദുബൈയിലേക്ക് ദൈവത്തിന്റെ ആലോചന പ്രകാരം വീണ്ടും ദുബൈയിലേക്ക് ഞാൻ പോവുകയും എന്നെ അവിടെ ഒരു കമ്പനി വിളിക്കാതെ അവരും എന്നോട് പറഞ്ഞു, ദുബൈയിൽ ഒരു ചർച്ചിന്റെ അസോസിയേറ്റഡ് പാസ്റ്ററായിട്ട് ഇരിക്കുക, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കമ്പനി വിസയിൽ നിൽക്കാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ദുബൈ ചെന്നു അവിടെ ഒരു സഭയുടെ അസോസിയേറ്റഡ് പാസ്റ്ററായിട്ടൊക്കെ
മൂവ് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ എനിക്ക് ആ കാലഘട്ടങ്ങൾ ഉണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് ഒരു ചൊറിച്ചിലുണ്ടാവുകയും ദുബൈയിലുള്ള NMC ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ക്രിയാറ്റിന്റെ അളവ് 16 ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ എൻ്റെ കഴുത്തിന് പിസ്റ്റിലായിടുകയും കഴുത്തിന് ഡയാലിസിസ് ചെയ്യാനുള്ള ആ ഉപകരണം വെക്കുകയും കയ്യിൽ പിസ്റ്റിലായിടുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം 2019 മുതൽ ഡയാലിസിസിലൂടെ ആഴ്ചയിൽ 2ഉം 3ഉം ഡയാലിസിസിലൂടെ കടന്നു പോകാൻ ദൈവം ഇടയാക്കി. എന്നാൽ ഈ അവസ്ഥകളിലൊക്കെയും ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഇടയായി. അങ്ങനെ ഒരു 3 വർഷം ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എനിക്ക് വല്ലാത്ത ശാരീരികമായ ക്ഷീണം ശരീരത്തിൽ ഉണ്ടായി. അതിന് ഒരാഴ്ച മുമ്പ് ദൈവാത്മാവ് എനിക്കൊരു ദർശനം തന്നു. ഞാൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നതായിട്ടുള്ള ഒരു ദർശനം. ആ ദർശനത്തിൽ ഞാൻ മരിക്കുന്നതും മരിച്ച് എന്നെ ശവമഞ്ചലിൽ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു രംഗവും, അങ്ങനെ ഞാൻ കടന്നു പോകുമ്പോൾ പൂന്തോട്ടവും മനോഹരമായ പ്രദേശങ്ങളൊക്കെ കാണുന്നതായിട്ടൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ഈ മരണത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ എൻ്റെ ഉള്ളിലായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെൺകുഞ്ഞുണ്ട്. അവളുടെ പേര് ജോയാന എന്നാണ്. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് കുഞ്ഞിനെ കുറിച്ച് വലിയൊരു ഭാരം ഉണ്ടായിരുന്നു. വൈഫ് സ്ഥലത്തില്ലായിരുന്നു, വൈഫ് നേഴ്സാണ്. പുള്ളിക്കാരത്തെ സ്ഥലത്തില്ലാത്തതിന് കുഞ്ഞിനെ കുറിച്ച് വലിയൊരു ഭാരം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ളതിനാൽ ഞാൻ ആ സമയത്ത് ഈ മാതാപിതാക്കളും മരണപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സ്കീമിൽ പോയി ഞാൻ അങ്ങ് ചേർന്നു. മാനുഷിക ബുദ്ധിയാണ്. അങ്ങനെ അതിൽ ചേർന്നു. വൈഫ് അന്നേരത്തേക്ക് നാട്ടിൽ ഏതോ ഒരു ആവശ്യത്തിന് കടന്നു വന്ന സമയമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ബ്രീതിങ് പ്രോബ്ലം ഉണ്ടാവുകയാണ്. അങ്ങനെ ഞാൻ പുഷ്പഗിരിയിൽ ആദ്യം ഒന്ന് അഡ്മിറ്റായി അവിടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് എന്നെ തിരിച്ച് വീട്ടിൽ വിട്ടു. അങ്ങനെ ഒരു ദിവസം വൈകിട്ടായപ്പോൾ എനിക്ക് ശക്തമായ ശ്വാസമുട്ടൽ ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ വൈഫും എൻ്റെ പിതാവും കൂടെ ചേർന്ന് എന്നെ ഒരു കാറയിൽ വീണ്ടും പുഷ്പഗിരിക്ക് കൊണ്ടുപോവുകയാണ്. എനിക്കറിയാം ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണെന്നുള്ള ആ ഒരു ഉള്ളിൽ എനിക്ക് ഒരു തോന്നലുണ്ടായി. ഞങ്ങളുടെ ഭാര്യാപുരത്തു നിന്ന് ആ കാറിൽ കയറി കോരഞ്ചേരി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നെഞ്ചിന്റെ 2 സൈഡിലും അതിശക്തമായ വേദനയുണ്ടായി. കുമ്പനാട് കഴിഞ്ഞു മഞ്ഞാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആളിനോട് പറഞ്ഞു, എൻ്റെ വൈഫിനോടും പപ്പായോടും പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ സമയമായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുഷ്പഗിരിയിൽ ചെന്നു. പുഷ്പഗിരി ആശുപത്രിയിൽ ചെന്ന് ഞാൻ നടന്ന് കാഷ്വാലിറ്റിക്കകത്ത് ചെന്ന് കയറി. കാരണം എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ O2 ലെവല് 50 താഴെ പോയി. ഓക്സിജൻ ഒട്ടും കയറി വരാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ വെച്ചൊരു കാർഡിയാക് അറസ്റ്റ് വന്നു. ഞാൻ ഒറ്റ ആ കാഷ്വാലിറ്റി ബെഡ് ഒന്ന് എണ്ണിച്ചിട്ട് അതേ രീതിയിൽ തന്നെ ഒരു അലർച്ച അലറിയിട്ട് അതുപോലെ ഞാൻ കിടന്നു. ഡോക്ടേഴ്സ് പെട്ടെന്ന് വെന്റിലേറ്റർ സപ്പോർട്ടുകളൊക്കെ തന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് അവയവങ്ങളും നിശ്ചലാവസ്ഥയിലേക്ക് പോയി. അനേക ദൈവദാസന്മാരൊക്കെയും ആ സമയത്ത് പുഷ്പഗിരിയിൽ ഹോസ്പിറ്റലിൽ എത്തപ്പെട്ടു. പലരും എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളിലും കാലുകളിലും ഒക്കെ പിടിച്ചു നോക്കിയപ്പോൾ തണുത്ത് കിടക്കുക. ബോഡി മരവിച്ച് തണുപ്പ് അനുഭവപ്പെട്ട എൻ്റെ തൊണ്ടയുടെ ഭാഗത്ത് വെന്റിലേറ്ററിന്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രം ചെറിയൊരു വെന്റി സപ്പോർട്ടിന്റെ ചലനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടേഴ്സ് പറഞ്ഞു അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോ, ആള് തിരിച്ച് ജീവിതത്തിലേക്ക് കയറി വരികയില്ല. കാരണം വെന്റി സപ്പോർട്ടിലാണ് ആളിപ്പോൾ ഓടുന്നത്. വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആള് പോകും. നമുക്ക് കാണാനുള്ള എല്ലാ ആൾക്കാരെയും കാണിക്കാൻ വേണ്ടി അവർ അലൗഡ് ചെയ്യും. അനേക ദൈവദാസന്മാരും അനേക വിശ്വാസികളും ഒക്കെയും കടന്നു വന്നിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് ഞാൻ ഇത് കാര്യം പറഞ്ഞപ്പോൾ അവരെന്നെ വഴക്ക് പറഞ്ഞു, നീ അതൊന്നും ചിന്തിക്കേണ്ട എന്ന്. എങ്കിലും ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവരും അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അവരെല്ലാം വന്ന് കണ്ടിട്ട് നാളെ രാത്രി സമയമാണിത് ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്നത്. നാളെ രാവിലത്തേക്ക് മിക്കവാറും ആൾ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോകുമെന്ന് ലോകത്തിലുള്ള എന്നെ കണ്ട എല്ലാവരും വിധി എഴുതി. പലരും നാളെ ഞാൻ ഈ ലോകത്തിൽ കാണുകയില്ലെന്ന് വരെ വിധി എഴുതിയ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആ കിടക്കുന്ന കിടപ്പിൽ പല കാഴ്ചകൾ എന്നെ കാണിക്കുവാൻ ഇടയായി. ഞാൻ ഈ ലോകത്തിലുള്ള ഒന്നും അറിയുന്നില്ല. പക്ഷെ ഈ ലോകം വിട്ട് വേറൊരു ലോകത്തിലേക്ക് ഇങ്ങനെ ഒരു പട്ടം എങ്ങനെ അന്തരീക്ഷത്തിൽ പറക്കുന്നു അതുപോലെ ഞാൻ ഇങ്ങനെ കറങ്ങി പോകുന്നത് പോലെ എൻ്റെ ആത്മാവ് എനിക്ക് തോന്നി. പക്ഷെ ലോകത്തിൽ ഒന്നും എനിക്കറിയില്ല. ഒരു കാര്യം യാഥാർത്ഥ്യമായിട്ട് പറയുകയാണ്,
നമ്മൾ ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം ഉള്ളൂ. നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടെ നമ്മളെ സഹായിപ്പാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കൊരു യാത്ര പോലെ എനിക്ക് തോന്നി. ആത്മാവ് ഇങ്ങനെ ഒരു പട്ടം കറങ്ങുന്നത് പോലെ ഉയർന്ന മലമുകളിലൂടെ കടന്നു പോകുന്നു. പക്ഷെ താഴ്വരകൾ അതികൂരുകൾ നിറഞ്ഞ ഇങ്ങനെ പച്ചിപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു ഭാവം. ഞാൻ ഏറ്റവും ഉയർന്ന പ്രദേശത്തിലൂടെ ഇങ്ങനെ കറങ്ങി 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 പോകുന്നതായിട്ടുള്ള ഒരു രംഗം എനിക്ക് കാണുവാനിടയായി. അങ്ങനെ ഞാൻ ചില കാഴ്ചകളൊക്കെയും അവിടെ കാണുവാൻ എനിക്കിടയായി. അങ്ങനെ ഏകദേശം 18 മണിക്കൂർ എൻ്റെ ബോഡിക്ക് ചെറിയൊരു ചലനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊണ്ടയ്ക്ക് ആ വെന്റിലേറ്റർ സപ്പോർട്ടിൽ 18 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, അതുവരെ ഡോക്ടേഴ്സിനൊന്നും ഒരു പ്രതീക്ഷയില്ല. കാരണം ആള് വെന്റിലേറ്റർ വഴിയെ പോകും എന്ന ഒരു ഇതിലാണ് ഡോക്ടേഴ്സ് എല്ലാം ഇരുന്നത്. അന്നത്തെ നെഫ്രോളജി ആ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്റെ റമ്മിൽ ഉണ്ടെങ്കിൽ എന്നെ MIC ഇട്ടേക്കുക വെന്റിലേറ്റർ കണക്ട് ചെയ്ത്. ഏകദേശം 18 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കറങ്ങി നടന്നിട്ട് പെട്ടെന്ന് എന്റെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു അനുഭവം ഉണ്ടാവുകയും ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിക്കുകയും കൂടെ. വെന്റിലേറ്ററിന്റെ ട്യൂബുകളും എല്ലാ ട്യൂബുകളും എന്റെ ശരീരം മൊത്തം കിടക്കുകയാണ്. അന്നേരത്തേക്ക് ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഒന്നും ഞാൻ പാരലൈസിൽ പോകും, അല്ലെ കോമായി പോകും. കാരണം കാർഡിയാക് അറസ്റ്റ് വന്ന് എനിക്ക് ആ ഒരു അവസ്ഥയിലൂടെ പോയതായതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഡോക്ടേഴ്സ് മൊത്തം വന്ന്, ഫിസിയോതെറാപ്പിസ്റ്റുകളും അവരും എല്ലാം വന്ന് പിന്നെ എന്നെ കംപ്ലീറ്റ് ചെക്കപ്പുകൾ അവിടെ നടത്തുന്നത്. അതിന്റെ പിറ്റേ ദിവസം ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റ് ആകുവാൻ ദൈവം ഇടയാക്കി. അത് 2024 ആഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. സെപ്റ്റംബർ 1 എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ദൈവം അത്ഭുതകരമായ ഒരു മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. ദൈവം ചില കാഴ്ചകളൊക്കെ എന്നെ അവിടെ കാണിക്കുവാൻ ഇടയായി. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. ദൈവത്തിന്റെ ഒരു കരുതലാണ് ഞാൻ അവിടെ കാണുന്നത്. 2024 അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ കാലഘട്ടം ഞാൻ പുഷ്പരിക്കുന്ന സമയത്ത് അനേക ദൈവദാസ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ സൂര്യൻ അസ്തമിച്ചെന്ന് വളരെ പറഞ്ഞ പ്രവാചകന്മാരുണ്ട്. കാരണം തിരിച്ചു വരത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലെല്ലാം ഉപരിയായി അത് ഞാൻ പറയാം, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ഏത് മേഖലകളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരും. കാരണം ഈ ഡയാലിസിസും കഷ്ടതകളുടെയും കാലഘട്ടങ്ങളിലൊക്കെ എന്നെ ഏറ്റവും അധികം ബലപ്പെടുത്തിയത് ദൈവവചനം. കാരണം എന്റെ സെമിനാരി ലൈഫിൽ ഒരു തിയോളജി സ്റ്റഡി എന്നതിലുപരിയായിട്ട് ദൈവവചനവുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. കാരണം തിയോളജിയുടെ കുറെ പേപ്പറുകൾ നമ്മൾ പഠിച്ചു, പരീക്ഷ എഴുതി, പുറത്തു വന്നു. എന്നാൽ ഒരു കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവവചനവുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയെങ്കിലും അനേക രോഗികളുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവരോ ബലപ്പെടുത്താനും ദൈവവചനത്തിൽ അടിയുറപ്പിക്കാനൊക്കെ ദൈവം നമ്മളെ ഇടയാക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ ഡയാലിസിസ് കഴിഞ്ഞാണേലും ദൈവവചന ശുശ്രൂഷയ്ക്ക് ഏതെങ്കിലും ദൈവസഭ വിളിച്ചുവെങ്കിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് പോകും. അവിടെ പോയി ഇത് കഴിഞ്ഞും ഈ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, അവർക്കധികം വെയിറ്റ് കൂട്ടാൻ പറ്റത്തില്ല, ഭക്ഷണക്രമങ്ങളിലെല്ലാം നിബന്ധനകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവവചന ശുശ്രൂഷയ്ക്ക് എന്നെ എവിടെ വിളിച്ചെന്ന് വെച്ചാലും ഏകദേശം 1 മണിക്കൂർ വരെ ദൈവവചന ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വലിയൊരു കരുതൽ. ഇപ്പം ഈ ഒരു 1-2 വർഷം കൊണ്ട് ദൈവം പലയിടത്തും വിളിക്കുന്നിടത്തൊക്കെ ദൈവജന ശുശ്രൂഷിപ്പാനൊക്കെയും ഞാൻ കടന്നു പോകാറുണ്ട്. ദൈവം നിർത്താറുണ്ട്. ദൈവം ശരീരത്തിന് ആവശ്യമായ ബലം തരാറുണ്ട്. സാധാരണ അറിയാം, ഡയാലിസിസ് നീണ്ടുപോകുന്ന കാലയളവിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവം എന്റെ ശരീരം, എന്റെ വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. 55 കിലോയിൽ പോയ ഞാനിപ്പം വീണ്ടും 70 കിലോയിലേക്കൊക്കെ മടങ്ങി വന്നു. അതൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യത്തിന്റെ ചിറകിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കാനില്ല, ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എനിക്കത് ഏറ്റവും അധികം ചിന്തിക്കുന്നത് കോശിയപ്പച്ചൻ, മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡന്റ് ആയിരുന്ന കോശിയപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഹി ന്യൂ വാട്ട് ഐ നീഡ്, ഹി ന്യൂ വെൻ ഐ നീഡ്, ഹി ന്യൂ ഹൗ മച്ച് നീഡ്. ദൈവം അറിയും നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം. പക്ഷെ ദൈവം ഇത്രയൊക്കെ നമ്മളെ വഴി നടത്തുമ്പോഴും ദൈവത്തിൽ നമ്മളൊരു ആശ്രയം വെക്കണം. ദൈവം എന്നെ ഇത്രയും ബലപ്പെടുത്തുക, മാനുഷിക ആശ്രയമല്ല. ഞാൻ എന്ത് പ്രതിസന്ധി വന്നാലും ദൈവവചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാറുണ്ട്. പിന്നെ ദൈവദാസന്മാരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ബലഹീനരാണല്ലോ. ബലഹീനതയെ മറ്റുള്ളവർ നമുക്ക് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല മേഖലകളിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട അവസ്ഥകളൊക്കെ എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അവിടെ എല്ലാം വിടുവിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ എന്റെ മാതാവ് പറയാറുണ്ടായിരുന്നു, നീ ഈ ലോകത്തിൽ ജനിക്കേണ്ടതല്ല, കാരണം നിന്നെ ഞങ്ങൾക്ക് മമ്മിക്ക് എന്തോ അബോർട്ട് പോലെ എന്നെ ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ പുറത്തു വന്നു. ഒരു 3-ാം വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതാണ്. ദൈവം അവിടെ നിന്ന് വിടുവിച്ചു. ഒരു 10-ാം വയസ്സിൽ എന്നെ ഒരു ജീപ്പ് പിടിച്ച് തെറിപ്പിച്ച് ഒരു ബസ്സിന്റെ മുന്നിൽ കളഞ്ഞതാണ്. അവിടെ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു.
അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എൻ്റെ ബൈബിൾ സ്റ്റഡിക്ക് മുമ്പ് ഞാനൊരു KSRTC ബസ്സിന്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ വേറൊരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിയത്. പക്ഷെ ദൈവം അവിടെയും അത്ഭുതകരമായ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ പരിപാലിച്ചു. പല മരണവിധമായ ആപത്തനർത്ഥങ്ങൾ ഉണ്ടായിട്ടും ദൈവം അവിടെ നിന്നൊക്കെ എന്നെ വിടുവിച്ചു. അതിലെല്ലാം ഉപരി ഞാൻ ഒരിക്കൽ ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് എന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട 10-20 അടി താഴ്ചയുള്ള ഒരു കൊക്കയിലേക്ക് വണ്ടിയും ഞാനും കൂടെ പോയി. ഹെൽമെറ്റ് ഇല്ല. ഞാൻ ചെന്ന് വീഴുന്നിടത്ത് ഒരു വലിയ റബ്ബർ മരം കിടപ്പുണ്ട്. അതിൻ്റെ ഇങ്ങേപ്പുറത്ത് ഒരു പാറക്കല്ല് കിടപ്പുണ്ട്. ഈ പാറക്കല്ലിനും റബ്ബർ മരത്തിനും ഇടയിൽ എന്റെ തല ചെന്ന് ഇടിച്ച് 3-4 സ്റ്റിച്ചേ ഉണ്ടായുള്ളൂ. പക്ഷെ ആ അവസ്ഥയിലൊക്കെ ഞാൻ കണ്ടവരൊക്കെ ലോകം വിട്ട് ആള് പോയെന്നുള്ള ഒരു വാർത്തയാണ് പറഞ്ഞത്. പക്ഷെ ദൈവം അവിടെ ഒക്കെ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ പരിപാലിച്ചു. ഒരു ദോഷവും പറ്റാതെ ദൈവം എന്നെ അവിടെ പരിപാലിച്ചു. ദൈവം ഇത്രത്തോളം നാൾ എന്നെ ദൈവം നടത്തി. അത് ദൈവത്തിന്റെ വലിയൊരു കരുതൽ. അങ്ങനെ ദൈവം ഇപ്പൊ എനിക്ക് 6 വർഷം കൂടെ ഡയാലിസിസിലേക്ക് കടന്നു പോകുന്നു. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞെങ്കിലും ഞാൻ ഇപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് പർപ്പസിന് വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിന്തിക്കും ദൈവത്തിനല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുകയില്ലയോ എന്ന്. എങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കും അറിയുകയില്ല. മാനുഷികമായ രീതിയിൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് പർപ്പസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നു. ഡോണറിന്റെയും എന്റെയും ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞു. അതിന്റെ ഗവൺമെന്റ് പേപ്പർ വർക്കുകൾ നടക്കുകയാണ്. ദൈവം അപ്രകാരം ഒരു വിടുതൽ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് കഴിഞ്ഞാണെങ്കിലും കർത്താവിന്റെ പേരിൽ അധികം ശക്തമായി പ്രയോജനപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ പഴയ പരിചയക്കാരായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് സംസാരിച്ചു പോയതാ. പ്രിയപ്പെട്ട ജിൻസൺ പാസ്റ്റർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പക്ഷേ ദൈവമക്കൾക്കറിയാമല്ലോ, കഴിഞ്ഞ 7 വർഷമായിട്ട് കണ്ടിന്യൂസ് ഡയാലിസിസിൽ കൂടെ കടന്നു വന്നു. ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയും, ക്ഷീണമാ പാസ്റ്ററെ, ഇന്ന് മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. കാരണം ഡയാലിസിസ് കഴിയുമ്പോൾ പെട്ടെന്ന് ക്ഷീണമൊക്കെയാണ്. എങ്കിലും അതിൻ്റെ നടുക്കെല്ലാം മീറ്റിങ്ങുകളിലൊക്കെ പോയി കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ എനിക്കടുത്തിൽ എത്ര തവണ പറഞ്ഞു, പാസ്റ്ററെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒന്ന് വരണം. അന്നേരമൊക്കെ എന്നോട് പറഞ്ഞു, വേണ്ട പാസ്റ്ററെ ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഈ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു, വേണ്ട പാസ്റ്ററെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിയട്ടെ. എന്നാൽ ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് ഉത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടല്ല, ട്രാൻസ്പ്ലാന്റിന് മുമ്പ് വന്ന് ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ അനേക ദൈവമക്കൾ ഈ അനുഭവം അറിയുകയും ആ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അതൊരു വലിയൊരു ആവശ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് നമ്മളെ നിലനിർത്തുന്നത്. പലപ്പോഴും പല ദൈവമക്കളുടെയും എന്നെ ഇത്രയും നിർത്തിയ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വലിയൊരു കൈത്താങ്ങലാണ്. അതെ, അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഇനിയും പറയുന്ന കാര്യം എനിക്കറിയാം ജിൻസൺ പാസ്റ്റർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, എന്നെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വലിയ ചിലവുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ ഈ സാക്ഷ്യത്തിന് വരാമെന്ന് എഗ്രി ചെയ്തപ്പോഴും എന്നോട് വെച്ച ഒരു വ്യവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് എന്നൊരു വ്യവസ്ഥയാണ്. കാരണം ജിൻസൺ പാസ്റ്റർ പേഴ്സണൽ അനുഭവം ദൈവത്തോടല്ലാതെ മനുഷ്യനോട് ഒരാവശ്യവും പറയത്തില്ല എന്ന് തീരുമാനിച്ചൊരു ദൈവദാസനായതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങൾ മാത്രം പറയാം. പക്ഷേ എൻ്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല പാസ്റ്ററെ. കാരണം എനിക്കറിയാം പാസ്റ്ററെ പോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു ദൈവദാസന് പെട്ടെന്നൊരു ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം വരുന്നു. ഏത് ഹോസ്പിറ്റലാണെങ്കിലും ചിലവുണ്ട് അല്ലേ. പക്ഷേ ദൈവം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പാസ്റ്ററെ എങ്ങനെയാ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ദൈവം ഒരുക്കും പാസ്റ്ററെ, ദൈവം ഒരുക്കും എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 10-16 ലക്ഷം രൂപയോളം. 16 ഇല്ല, അത്രയൊക്കെ ആവും പാസ്റ്റർ. അതെ, ഞാൻ പാസ്റ്റർ പറയത്തില്ലെന്ന് എനിക്കറിയാം, കാരണം എന്നോട് വിലക്കിയ കാര്യമാണ്. എനിക്ക് ദൈവം നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ, ദൈവ പദ്ധതികൾ നമ്മൾ ഉണ്ടെങ്കിൽ ദൈവം അതിനുവേണ്ടിയുള്ള കരുതലുകൾ നമുക്ക് വേണ്ടി നടത്തും. അതെ, ഞാന് പല സഭകളിലും ശുശ്രൂഷിക്കാൻ പോയെന്ന് വെച്ചാലും ഞാൻ ആ രീതി ശുശ്രൂഷിച്ചിട്ട് പോരത്തേ ഉള്ളൂ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന, എന്റെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ദൈവവേലയ്ക്ക് പോയി ദൈവമേ ഒന്നും സമ്പാദിക്കാൻ ഇടവരുത്തരുത്. അത് ദൈവവേലയ്ക്ക് തന്നെ പോയിട്ട് വരണം. കാരണം ദൈവം നമ്മളെ അന്നന്ന് നടത്തണം. ആ ഒരു മേഖലയിൽ ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. കാരണം ഒട്ടും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ. എനിക്കറിയാം പാസ്റ്റർ, കാരണം ഇന്നും ഇന്നലെയല്ല നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്, കണ്ടത്. എന്നാൽ എനിക്ക് പാസ്റ്ററിനെ വിലക്കിയിട്ടുണ്ടെങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ എൻ്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല. ദൈവമക്കളായിട്ടുള്ളവർ ഈ ദേവദാസിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രമേ പാസ്റ്റർ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി പറഞ്ഞത് ഞാനാണ് കേട്ടോ. പാസ്റ്റർക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല. കാരണം എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ പറയരുതെന്ന്. പാസ്റ്റർക്ക് ഇനി പിന്നെ എന്താ പറഞ്ഞേ, അതിനകത്ത് വിഷമം തോന്നേണ്ട, ഇതെൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ ഞാൻ പറഞ്ഞതാണ്. പാസ്റ്റർ അങ്ങനെ ഒരു
പാസ്റ്റർ തീരുമാനം ലംഘിച്ചെന്നുള്ള ചിന്തയൊന്നും പാസ്റ്റർക്ക് വരണ്ട. കാരണം എനിക്ക് തോന്നി നമ്മുടെ പ്രേക്ഷകർ ഇത് അറിയണം, അവർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ദൈവം അങ്ങനെ സഹായിക്കട്ടെ പാസ്റ്റർ, കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ പാസ്റ്റർ, പ്രാർത്ഥനയിൽ ഓർക്കുക, ദൈവം പുറത്ത് കൊണ്ടുവന്ന അനേകർക്ക് വേണ്ടി വീണ്ടും ശുശ്രൂഷിപ്പാൻ അതെ, പാസ്റ്ററിന് ദൈവം ഇടയാകട്ടെ. എനിക്കും ദൈവം പുതിയ വാതിലുകൾ, ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ, ഞാൻ അതേ ആഗ്രഹിക്കുന്നത്, ശുശ്രൂഷ മണ്ഡലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു ഉണർവോടുകൂടി പുറത്തു വരും. ദൈവം എന്നെ ഇടയാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ.